നമസ്കാരം. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ വിസ റദ്ദാക്കി അമേരിക്ക. അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ ട്രംപിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് നീങ്ങാൻ കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ലോക ബാങ്കിൻ്റെയും IMFൻ്റെയും അഥവാ അന്താരാഷ്ട്ര നാണയനിധിയുടെയും സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പെട്രോ ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ വിസ നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഈ പരിപാടികളൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇപ്പോൾ വാഷിങ്ടണിലുള്ള കൊളംബിയയുടെ ധനകാര്യമന്ത്രി പെട്രോയെ പ്രതിനിധീകരിച്ച് ഈ രണ്ട് യോഗങ്ങളിലും പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ കൊളംബിയൻ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുമായി 2 അമേരിക്കൻ സൈനിക വിമാനങ്ങൾ കൊളംബിയയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇവയ്ക്ക് അവിടെ ഇറങ്ങാൻ കൊളംബിയൻ സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. മാത്രവുമല്ല, ഈ വിമാനത്തിൽ കൊണ്ടുവന്നിരുന്ന 160ഓളം പേരെ കൈകളിൽ വിലങ്ങ് വച്ചിരുന്നതിനെ പെട്രോ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപിന് പെട്രോയോട് ഇത്രയധികം ദേഷ്യമുണ്ടാവാൻ കാരണമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ കൊളംബിയയുടെ മേൽ അമേരിക്ക 25% തീരുവ ആദ്യം പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് കൊളംബിയയുടെ മേൽ 25% തീരുവ ട്രംപ് പ്രഖ്യാപിച്ചു. ഇനിയും 25% കൂടി തീരുവ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്രോയാകട്ടെ ട്രംപിൻ്റെ ഈ നടപടികളെയൊക്കെ തന്നെ പരിഹസിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പലതവണ കളിയാക്കിക്കൊണ്ട് ഡൊണാൾഡ് ഡക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ട്രംപ് അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി കൊണ്ടായിരിക്കാം ഇത്രയും കർശനമായ നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്ക പോയിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി പെട്രോ പലതവണ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 2023 അന്ന് പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ പെട്രോയ്ക്ക് വൈറ്റ് ഹൗസിൽ വലിയൊരു വരവേൽപ്പാണ് നൽകിയിരുന്നത്. എന്തായാലും നിലവിലെ സർക്കാരുമായി അതിശക്തമായ പോരിന് തന്നെ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് കൊളംബിയൻ സർക്കാർ. അതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ കൊളംബിയയ്ക്കെതിരെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. തങ്ങൾ അനധികൃതമായി കുടിയേറിയവരെ നാടുകടത്തുന്നതിൻ്റെ ഭാഗമായി കൊളംബിയയിലേക്ക് 2 വിമാനങ്ങളിൽ അവരെ അയച്ചപ്പോൾ ആദ്യം അവരെ അവിടെ ഇറക്കാമെന്നാണ് പെട്രോ തങ്ങളോട് ഏറ്റിരുന്നത് എന്നാണ് റൂബിയോ പറയുന്നത്. എന്നാൽ ഈ വിമാനങ്ങൾ കൊളംബിയയുടെ വ്യോമാതിർത്തിയിലെത്തിയോടുകൂടി ഈ തീരുമാനത്തിൽ നിന്ന് പെട്രോ പിൻവാങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടി പ്രതികാരമായിട്ടാണ് ഇത്രയും ശക്തമായ തോതിലുള്ള നടപടികൾ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പെട്രോയുടെയും കൊളംബിയയുടെയൊക്കെ മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ്. കൊളംബിയയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരോ പെട്രോയോ അല്ലെങ്കിൽ പെട്രോയ്ക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആരുടെയും സന്ദർശനാനുമതി ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന്, ഇവരുടെ വിസ എല്ലാം തന്നെ നിലവിൽ റദ്ദാക്കണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പെട്രോയ്ക്ക് അമേരിക്കയിൽ നടക്കുന്ന ഈ 2 സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്.